അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം ചോതി, വിശാഖം, മുക്കാല്. വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. കലാപരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർ, മീഡിയ, പത്രപ്രവർത്തനം, അതുപോലെ മറ്റ് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പ്രവർത്തനം നടത്തുന്നവർ, സ്റ്റുഡിയോ മറ്റുമൊക്കെ നടത്തുന്ന ആൾക്കാർ, അതുപോലെ ഡിസൈനേഴ്സ്, അധ്യാപനം നടത്തുന്ന അധ്യാപകർ, അതുപോലെ അങ്ങനെയുള്ള അവർക്കൊക്കെ പൊതുവെ ഒരു അംഗീകാരം കിട്ടിയേക്കാവുന്ന കാലമാണ്. അതുപോലെ തന്നെ കമിതാക്കൾ, പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിരുന്നത് നീങ്ങാൻ ഇതിന് ഇപ്പോൾ സാഹചര്യമുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു അനുകൂലമായിട്ടുള്ള ഭാവമാണ്. ഒരു നല്ല വരുമാനം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആരോഗ്യത്തിനും മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മാനസികമായിട്ടുള്ള സന്തോഷവും ശാരീരികമായിട്ടുള്ള സന്തോഷവും അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. കുടുംബപരമായിട്ടും കുട്ടികളോടൊത്ത്, പ്രത്യേകിച്ച് കുട്ടികളോട് ഒക്കെയുള്ള ബന്ധം ഊഷ്മളമാക്കി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുക, അതുപോലെ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മാല മുതലായിട്ടുള്ളവ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ല ഫലങ്ങളെ ചെയ്യാനും ദോഷങ്ങളെ ഇല്ലാതെയാക്കാനും സാധിക്കുന്നതാണ്.